അപ്പൊ കൂട്ടുകാരി വിളിച്ചെടുത്തിയതായിരിക്കും എന്നെ ഉപദേശിക്കാൻ. നല്ല അടിപൊളി ഷർട്ടാണല്ലോ. കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിന്റെ അമ്മ സത്യത്തിൽ വേറൊരാളെ കല്യാണം കഴിക്കാനിരുന്ന അവളുടെ അകന്ന ബന്ധത്തിലൊരാൾ, അശോകനോ അങ്ങനെന്തോ ആയിരുന്നു അവളുടെ പേര്. എൻ്റെ അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം അന്ന് ഇയാൾ അവിടെ അവളുടെ സീനിയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണക്കാരും വീട്ടിൽ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പുറകെ നടന്ന് അവളെ കൊണ്ട് ആ ബന്ധത്തിന് സമ്മതിപ്പിച്ചു. നിന്റെ അമ്മ വിവരമൊക്കെ അപ്പം തന്നെ അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവനത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ടെന്താ ആ പേടിത്തൊണ്ട നാട് വിട്ടു. നാട് വിട്ട എന്തിന്? ആർക്കറിയാം. ഇല്ലെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടേനെ. അപ്പൊ ഈ അശോകനാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരനല്ലേ? അങ്ങനല്ല. പിന്നെ അപ്പൊ അമ്മാന് പോടാ. പിന്നെ ആരാ? പറഞ്ഞിട്ട് പോ. ഞാനൊന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോ സാവിത്രി അശോകന്റെ കാര്യമൊക്കെ എന്നോട് തുറന്ന് സംസാരിച്ചതാ. ശരിക്കും? പിന്നെന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? ഓക്കെ, പിന്നെന്തിനാ നിങ്ങൾ പിരിഞ്ഞേ? പിരിഞ്ഞത് നിങ്ങളല്ലല്ലോ, ഞാനല്ലേ. എന്തിന്? എടാ എന്തിനാന്നൊക്കെ ഇപ്പൊ ചോദിച്ചാ ഞാനെന്തോ പറയാനാ. ഞാനും ഒരു പഴഞ്ചൻ മൂരാച്ചി. എങ്ങനെ കൂട്ടിക്കോ. ഓരോന്നിന്റെ ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കി വന്നപ്പോ വൈകിയും പോയി. ചുമ്മാ ഒന്ന് പോവാച്ചാ. അച്ഛൻ വെറുതെ അമ്മയെ ഡിഫെൻഡ് ഒന്നും ചെയ്യണ്ട. എനിക്ക് അറിഞ്ഞൂടാ അമ്മയുടെ സ്വഭാവം. നീ ഇനി ഇത് പറഞ്ഞു വെറുതെ അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കി നടത്തിയ നിന്നെ വളർത്തിയത് നിന്റെ അമ്മയാ, ഞാനല്ല. അതോർമ്മ വേണം. പക്ഷെ പൈസ കൊടുക്കുന്ന അച്ഛനല്ലേ? എന്നാരും പറഞ്ഞു? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും സമ്പാദിക്കുന്നു. ശരി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാ പിന്നെ നിന്റെ നെക്സ്റ്റ് പ്രശ്നം പറഞ്ഞു. നെക്സ്റ്റ് പ്രശ്നം? എന്ത് നെക്സ്റ്റ് പ്രശ്നം? എടാ, നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് സോൾവ് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക്. പെട്ടെന്ന് പറ. പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അങ്ങനല്ലല്ലോ. എന്താ അങ്ങനെയല്ലല്ലോ? അനു എന്ത് പറഞ്ഞു? പറയുന്നത് പോയിട്ട് അവൾക്കിപ്പോ എന്നെ ഓർമ്മ പോലും ഇല്ല. അതാ അവസ്ഥ. അച്ഛാ, നമുക്ക് ഈ ജീവിത പ്രശ്നം അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഇനി സിഗരറ്റ് ചോദിച്ച ചവിട്ടിന് പറഞ്ഞേക്കാം. പോയി കിടന്നു. പിന്നെ ആ ചെക്കൻ്റെ കാര്യം മനസ്സിലായി. ഞാൻ തല്ലി പിടിക്കില്ല. പോരെ? പോരല്ലോ. എടാ, ഞാൻ പറഞ്ഞത് നീയായിട്ട് തല്ലി പിടിക്കണ്ടെന്നാ. പക്ഷെ അവനെങ്ങാനും ഇങ്ങോട്ട് വന്ന ഇത് നിന്റെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും പഫായിരിക്കും. ഇന്നാദ്യത്തെ ആയിരിക്കും. എങ്ങനെയുണ്ട് കാര്യങ്ങൾ?
അവന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അവൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എന്നോട് അല്ലെങ്കിൽ സാവിത്രിയോട് അല്ലെങ്കിൽ എന്നോട് പറയാം. എന്തായി ഒരിഞ്ഞ പോരാട്ടം, ആന്റി മുട്ട അറ്റാക്ക്, അങ്കിൾ കട്ട ഡിഫൻസ്, ഡിഫൻസ് വീഴും. എവിടെ പോന്ന അവിടെ ഇരി. പോ. അങ്ങനെ വലിച്ചു കീറുന്നതിന് മുമ്പ് പോ. നിങ്ങൾ എന്താ അവരോട് സംസാരിച്ചത്? അതാ ചെക്കൻ സൂക്ഷിച്ചു നോക്കി മുട്ടടിക്കുന്നില്ലേ? ഞാനത് എന്റേതായ രീതി പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ കോളേജ് മാറുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല? പിടിച്ച്. കോളേജ് മാറുന്നു. എടാ ഇങ്ങനെ ശരിക്കും ആർമിക്കാരനാണ്. ചിലപ്പോ നേവിയിലായിരിക്കും, അതായിരിക്കും തുഴയുന്നത്. മാറണം. കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തരും. മാറങ്ങോട്ട്. എല്ലാ തവണത്തെയും പോലെ അവന് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടിങ്ങ് പോന്നു. നിങ്ങളുടെ ഈ ഒരൊറ്റ സ്വഭാവം കൊണ്ടാ അവൻ എന്നെ വിലയില്ലാത്തതും നിങ്ങൾ അവന്റെ ഹീമാനായതും. ഹീമാനോ? ഇനി അവൻ കാണിച്ചു കൂട്ടാൻ പോകുന്ന അക്രമങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇതിനും മാത്രം എന്തക്രമമാണോ നീ ചെയ്തേ? എടാ ട്രെയിന് സമയമായി പോണ്ടേ? കുറച്ചും കൂടെ നിന്ന് ഇവന്റെ കംപ്ലീറ്റ് ഓളത്തരങ്ങളും അറിയാൻ പറ്റും. പോയി വണ്ടി സ്റ്റാർട്ടാക്കി സൂച കണ്ടുപിടിച്ച് വണ്ടിയതല്ലേ. പോങ്ങോട്ട് പോടാ. അതെ, നീ അങ്ങോട്ട് ചെല്ലുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനിയും തമ്മി അടിയിട്ടാലേ ചെയ്യാൻ ഡൈവേഴ്സ് ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് ഒരു പരാതിയില്ല. ഇനി അവന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാനേ പോകുന്നില്ല. ഒരു സ്പൈഡർമാൻ വന്നിരിക്കുന്നു. അച്ഛാ വാ പോവാ, സമയം. അതേ, എങ്ങനെ ഉണ്ടായിരുന്നു വൈവ? മുതിർന്നവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഇന്നലെ ലൈസൻസ് കിട്ടി, എന്നാലും ഇതോടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങാരുടെ പുള്ളി കുറെ ഓടിച്ചിട്ടുണ്ടോ? ഏറൊക്കെ പോയല്ലോ. പിടിച്ച് തിരിക്കാം. അപ്പൊ എങ്ങനെയാ ഇനി നിന്റെ നെക്സ്റ്റ് ടാസ്ക്? എനിക്കെന്ത് ടാസ്ക്? അപ്പോൾ കോളേജിൽ വെച്ച് തല്ലാൻ അഡ്മിഷനും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു. നീ ആള് കൊള്ളാമല്ലോ. ഇപ്പം എന്തേ തല്ലണ്ടേ? തല്ലടാ. പേടിച്ചു പോയോ? തല്ല്. ഇത്രേ ഉള്ളൂ. എന്നിട്ടാണോ നുള്ളാനുമ്പിച്ചാൻ ഇത്രയും നാൾ എൻ്റെ പുറകെ നടന്നത്? 2 ദിവസം, 2 ദിവസം കിട്ടാനുള്ള കടലാസും പുല്ലും എല്ലാം മേടിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങിക്കോണം. ഫ്രഷേഴ്സ് ഡേ അന്ന് നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ട പടാ. ചേട്ടോ, ചേട്ടനെ ഞാൻ തല്ലാൻ വന്നത് ഈ കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ, അല്ലാതെ ഇവന്മാരുടെ മുമ്പിൽ വെച്ചല്ല. അപ്പനെ അധികം വൈപ്പിക്കണ്ട, ഫ്രഷേഴ്സിലേക്ക് തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ആര് കടലാസ് മേടിക്കണം. നീ വാ.